വാർത്തയാണ് ആദ്യം തന്നെ അറിയുന്നത്. നമ്മുടെ ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് അവർകൾ ഗൂഡല്ലൂർ, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നല്ലൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം, നല്ലൊരു വാളുകാരനായിരുന്നു. മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ തുളച്ചു കയറും വിധത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഹാഫിദ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ അവർകൾ. അവർ മരിച്ചുപോയി. അല്ലാഹുവേ, അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണം റബ്ബേ, സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണം റബ്ബേ. അവരുടെ ഖബറിൽ സന്തോഷവും റാഹത്തും നീ നിറച്ചു കൊടുക്കണം റബ്ബേ. ഖബർ സമാധാനത്തിന്റെ വീടാക്കി കൊടുക്കണം അല്ലാഹ്. അവരെയും ഞങ്ങളെയും അവ്വലീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആമീൻ. അവരുടെ മയ്യത്ത് നിസ്കാരത്തിന്റെ സമയം അറിയിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളൂ. പ്രിയ സുഹൃത്ത് ഹാഫിദ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂര് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന വളരെയധികം വേദനാജനകമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. اللهم اغفر له وارحمه اللهم ادخله الجنة واعذه من عذاب القبر وفتنته ومن عذاب النار. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും വിഷയസംബന്ധമായി വളരെ ഗഹനമായി സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുകയും കേൾക്കുന്നവരുടെ കൽബിലെല്ലാം വലിയ ഭയവും അതോടൊപ്പം നല്ല അറിവുകളും ഇൽമുകളും പറഞ്ഞു തന്നിരുന്ന പ്രിയ സുഹൃത്താണ് പ്രിയപ്പെട്ട ഹാഫിദ് മസ്ഊദ് സഖാഫി. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് മനസ്സിന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ്. ഇത്രമാത്രം ജീവിതത്തിൽ പലപ്പോഴായി അദ്ദേഹവും നമ്മളൊക്കെ തൊട്ടടുത്ത ബാച്ചിലായി പഠിച്ചു. പിന്നീട് കാന്തപുരത്ത് വർക്ക് ചെയ്തു. അപ്പോഴെല്ലാം വലിയ ബന്ധമുണ്ടായി. പിന്നീട് കാണുമ്പോഴെല്ലാം വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ വലിയ ബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്ത നല്ല ഒരു പ്രഭാഷകനും നല്ലൊരു ആലിമും നല്ല ഒരു വിഷയാവതരകനെയുമാണ് നമുക്ക് ഈ മരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ ആണ്. നാഥനായ റബ്ബിൻ്റെ തീരുമാനമേ നടക്കുകയുള്ളൂ. ഈ ശഅബാനിലെ പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ തിങ്കളാഴ്ച രാവ് വരുമ്പോഴേക്കും ഖബറിലേക്ക് എത്തണമെന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഖളാവും തീരുമാനവുമാണ്. ശഅബാനിൽ മരണപ്പെട്ടവർക്ക് ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തിന് അള്ളാഹുവെ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഖബർ നീ വിശാലമാക്കണേ അള്ളാഹ്. സ്വർഗത്തിൻ്റെ വീടാക്കണേ അള്ളാഹ്. എല്ലാ നിലക്കുള്ള മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന ഖബറാളികളിൽ നീ പെടുത്തണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും, ചെറിയ മക്കളായിരിക്കും, എല്ലാവർക്കും അങ്ങേയറ്റത്തെ വലിയ ക്ഷമ അള്ളാഹുവെ അവരുടെ ഖൽബിൽ നീ ഇട്ടുകൊടുക്കണേ അള്ളാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇൻഷാ അള്ളാഹ് ഖുർആനും ദിക്റുകളുമെല്ലാം ഹദിയ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാഹ് മദനിയത്തിൽ പ്രത്യേകമായ ദുആ ഉണ്ടാകും. അള്ളാഹു നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. منا وقرأنا القرآن لأجله يا رب العالمين. اللهم نبر قبره بنور القرآن، اللهم زين قبره بزينة القرآن، اللهم شرف قبره بشرف القرآن، اللهم علم قبره بعظمة القرآن، اللهم جمل قبره بجمالية القرآن، اللهم وسع قبره ببركة القرآن يا رب العالمين.
اللهم اجمع بيننا وبينه وبينهم في دار جنتك الفردوس يا رب العالمين. اللهم اجعل القرآن نور قلوبنا وضياء صدورنا وربيع علومنا ومونسا لنا وله في قبرنا وفي قبره يا رب العالمين، ورفيقا لنا وله على صراطنا وعلى صراطه يا رب العالمين، وطريقا لنا وله إلى جنتنا وإلى جنته يا رب العالمين. اللهم آنس وحشتنا في قبرنا إذ علانا التراب وتقطعت بنا الأسباب وانصرف عنا وعنه الأحباب، وأتانا وأتاه الملكان المنكر والنكير إلى قبرنا وإلى قبره للسؤال والجواب. اللهم ثبتنا وثبته بالقول الثابت، اللهم ثبته بالقول الثابت، اللهم ثبته بالقول الثابت ولقه الجواب يا رب العالمين. اللهم اجعلنا وإياه من السعداء المقبولين، ولا تجعلنا ولا إياه من الأشقياء المطرودين يا رب العالمين. اللهم ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم اجعل ملك الموت عزرائيل عند قبض روحنا شفيقا رؤوفا لطيفا رحيما يا ذا الجلال والإكرام. اللهم ربنا هذا الدعاء لأخينا الكريم المرحوم منا إلى حضرتك يا رب العالمين. اللهم تقبل منه حسناته يا رب العالمين، اللهم عنه تجاوز عنه سيئاته يا رب العالمين. اللهم بسط قبره من المشرق إلى المغرب يا رب العالمين. اللهم اجعله من الميت الذي يقال له نم نومة الأروس، نم نومة الأروس ولا روعة عليك بعد هذا اليوم. اللهم ثبته عند السؤال يا رب العالمين، واجعل ثواب ما قرأناه فقاقا له ومونسا له في قبره يا رب العالمين. اللهم بحق هذا الشهر المبارك شهر شعبان اجعلنا وإياه من عبادك المتقين الصالحين يا رب العالمين. اللهم لا تحرمنا أجره ولا تفتنا بعده، واغفر لنا ولهم يا رب العالمين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وذكرنا وأنثانا. اللهم من أحييته منا فأحيه على الإسلام، ومن توفيته منا فتوفه على الإيمان. آمين برحمتك يا أرحم الراحمين.